പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കാസർഗോഡ് കോൺഗ്രസിനുള്ളിൽ പൊട്ടിത്തെറി. നാളെ രാജിവെക്കുമെന്ന് KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ. രാജ്മോഹൻ ഉണ്ണിത്താനും പെരിയ കൊലപാതക കേസിലെ പ്രതി മണികണ്ഠനും രഹസ്യമായി സൗഹൃദം പങ്കിടുന്നവരാണ് എന്നാരോപിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലാണ് രാജി പ്രഖ്യാപനം. വിവാഹ ചടങ്ങിൽ ബാലകൃഷ്ണൻ പെരിയ പങ്കെടുത്തു എന്നുള്ള ആരോപണവും ഉയർന്നിരുന്നു. ചടങ്ങിൽ പങ്കെടുത്ത നേതാക്കൾക്ക് മാപ്പ് നൽകാൻ കഴിയില്ല എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഭിന്നത പൊട്ടിത്തെറിയിലേക്ക് എത്തി നിൽക്കുന്നത്. അരുൺ പാറക്കൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കാസർഗോട്ട് നിന്ന്. അരുൺ, പെരിയ കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ കോൺഗ്രസ് നേതാവ് പങ്കെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം, പിന്നീട് ആ നടപടിയെ തള്ളിക്കൊണ്ട് രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണം, ഇതൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. അതിനിടയിൽ ബാലകൃഷ്ണൻ പെരിയയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഉള്ളടക്കം എന്താണ്? രാജ്യഭീഷണി മുഴക്കുന്ന പശ്ചാത്തലം എന്താണ്? അരുൺ പാറക്കൽ. ശ്രീജിത്ത്, കാസർഗോഡ് കോൺഗ്രസിനുള്ളിൽ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയും ഭിന്നതയും രൂക്ഷമായിരിക്കുന്നു എന്നുള്ളതാണ്. പെരിയ കൊലപാതക കേസിലെ 13ാം പ്രതി ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ കോൺഗ്രസിന്റെ പെരിയ മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് പെരിയ പങ്കെടുത്തത് മുതലുണ്ടായ വിവാദമാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിക്ക് കാരണമായിരിക്കുന്നത്. തുടർന്ന് പ്രമോദ് പെരിയക്കെതിരെ KPCC നേതൃത്വം നടപടിയെടുക്കുന്നു. എന്നാൽ KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ളവർ ഈ വിവാഹത്തിൽ പങ്കെടുത്തുവെന്നും നടപടി ഏകപക്ഷീയമാണെന്നും ആരോപിച്ചുകൊണ്ട് പ്രമോദ് പെരിയ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഈ വിവാഹത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾ തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്നും ഇവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ പിന്തുടർച്ച എന്നോണമാണ് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകൊണ്ട് KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ രംഗത്ത് വന്നിരിക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താനും പെരിയ കൊലപാതക കേസിലെ പ്രതി മണികണ്ഠനും തമ്മിൽ രാത്രിയുടെ മറവിൽ സൗഹൃദം പങ്കിടുന്നവരാണ്. കോൺഗ്രസിനെ തകർത്ത CPM-ലേക്ക് പോയ പാതൂർ ഷാനവാസിന്റെ വീട്ടിൽ ഉണ്ണിത്താൻ നിരവധി തവണ സന്ദർശനം നടത്തി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ബാലകൃഷ്ണൻ പെരിയയെ തോൽപ്പിക്കാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതിന് കൂട്ടുനിന്നു. ശരത് ലാൽ കൃപേഷ് കൊലപാതക കേസിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ 1000 രൂപ പോലും ചെലവാക്കിയില്ലെന്നും രൂക്ഷമായൊരു വിമർശനം ബാലകൃഷ്ണൻ പെരിയ KPCC സെക്രട്ടറി ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഇന്നൊരു ഫോട്ടോ മാത്രമാണ് ഫേസ്ബുക്കിലൂടെ ഇന്നത്തെ ഒരു രാത്രി പുറത്തുവിടുന്നത്. നാളെ 11 മണിക്ക് വിശദമായി ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയും, മാധ്യമങ്ങളെ കാണും. എന്തായാലും പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നു, സ്ഥാനമാനങ്ങളിൽ നിന്ന് രാജിവെക്കുന്നു എന്ന് ബാലകൃഷ്ണൻ പെരിയ വ്യക്തമാക്കിയിരിക്കുന്നു. കാസർഗോഡ് അരുൺ പാറക്കൽ, ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത നടപടി അത് നേരത്തെ DCC നേതൃത്വം തള്ളിയിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴിങ്ങനെ ഈ രാജ്യഭീഷണി, ഒരു പാർട്ടിക്കകത്തെ ഒരു പൊട്ടിത്തെറി എന്നുള്ള നിലയിലേക്കൊക്കെ കാര്യങ്ങൾ അല്പം കൂടി വഷളായി നിൽക്കുന്ന സാഹചര്യത്തിൽ DCC നേതൃത്വം എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? എന്തെങ്കിലും തരത്തിലുള്ള അനുനയ നീക്കങ്ങളോ മറ്റോ ഉണ്ടാവുന്നുണ്ടോ? പ്രത്യേകിച്ച് ഈ രാജ്യഭീഷണിയൊക്കെ മുഴക്കുന്ന പശ്ചാത്തലത്തിൽ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടാവുന്നുണ്ടോ? അതുമായി ബന്ധപ്പെട്ട സൂചനകളുണ്ടോ അരുൺ പാറക്കൽ? ശ്രീജിത്ത്, DCC നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ പരസ്യമായ പ്രതികരണങ്ങളിലേക്ക് കടന്നിട്ടില്ല. പക്ഷേ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയിലേക്ക്, ഭിന്നതയിലേക്ക് കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം പോകുന്നു എന്നുള്ളത് അതിന് തടയിടാൻ DCC പ്രസിഡന്റ് ശ്രമിക്കുന്നുണ്ട്. ബാലകൃഷ്ണൻ പെരിയയുമായി സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജ്യഭീഷണിയിൽ നിന്ന് പുറകോട്ട് പോകണം, രാജ്മോഹൻ ഉണ്ണിത്താനുമായുള്ള പ്രശ്നം അത് രമ്യമായി പരിഹരിക്കാൻ KPCC നേതൃത്വം തന്നെ അതിനു വേണ്ടിയുള്ള ചുക്കാൻ പിടിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും DCC നേതൃത്വം ഈ രാജ്യഭീഷണിയിൽ നിന്ന് പുറകോട്ട് പോകാൻ ബാലകൃഷ്ണൻ പെരിയയോട് ആവശ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.